റീസൺ നോക്കാം. നമ്മളുടെ ടീം പരാജയപ്പെടുന്നു. നമ്മുടെ സ്നേഹിതർ എന്നൊക്കെ ഞാൻ പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ടീമാണ്. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ടീം പരാജയപ്പെടുന്നു. ഓക്കെ, ഞാൻ തുടങ്ങുന്നത് തന്നെ നോക്കിയേ. ദർശനം മറ്റുള്ളവരുമായി പങ്കുവെക്കുമ്പോഴാണ് അതിന് ചലനശക്തി ലഭിക്കുന്നത്. നമുക്ക് കിട്ടുന്നൊരു വിഷൻ നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നാൽ അത് ഒരിക്കലും ഫുൾഫിൽ ചെയ്യില്ല. നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം ഇത് തന്നെയാണ്. ദർശനം മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കണം. അങ്ങനെ നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ അതിന് ചലനശക്തി ഉണ്ടാകും. വിഷൻ ഒരിക്കലും ഒരു സീക്രട്ട് അല്ല, വിഷൻ ഒരിക്കലും ഒരു രഹസ്യമല്ല. അത് പങ്കുവെക്കുമ്പോഴാണ് അതിൻ്റെ സാക്ഷാത്കാരത്തിലേക്കുള്ള യാത്ര അത് ആരംഭിക്കുന്നത്. ഒപ്പം തന്നെ വിഷൻ നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് പ്രതിസന്ധികൾ ഉണ്ടാകാൻ തുടങ്ങും, നമ്മുടെ ശത്രുക്കൾ ഉണ്ടാകാൻ തുടങ്ങും, ഇതുവരെ ഇല്ലാത്ത ഒത്തിരിയും പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാകാനായിട്ട് തുടങ്ങും. പക്ഷേങ്കിൽ നമുക്കിവിടെ തുടക്കം മറ്റുള്ളവരുമായി ഷെയർ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. വേറെ ഒരു മാർഗവും നമുക്ക് ഇല്ല. വിഷൻ ഫുൾഫിൽ ചെയ്യണോ, വി ഹാവ് ടു ഷെയർ വിത്ത് അതർ പീപ്പിൾ. ഓക്കെ, ഒപ്പം തന്നെ പ്രശ്നങ്ങൾ നമുക്ക് ആരംഭിക്കുക. അതുകൊണ്ട് ഞാൻ എഴുതിയിരിക്കുന്ന ചുമന്ന സെന്റൻസ് നോക്കിയാൽ, ഏറ്റവും നല്ലത് പ്രതീക്ഷിക്കുക, ഏറ്റവും മോശം അതിനായിട്ട് തയ്യാറെടുത്തിരിക്കുക. എക്സ്പെക്ട് the best and be ready for the worst. Okay, expect the best. ഒരിക്കലും നെഗറ്റീവായിട്ട് തുടങ്ങണ്ട, പ്രതിസന്ധികളെ നോക്കി തുടങ്ങണ്ട. വിഷൻ നമുക്കുണ്ട്, അത് ഷെയർ ചെയ്ത് കഴിയുമ്പോൾ ഉടൻ തന്നെ ശത്രുക്കളുണ്ടാകും എന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, അങ്ങനെ പറഞ്ഞ് തുടങ്ങണ്ട. വി ആർ എക്സ്പെക്ടിങ് ദ ബെസ്റ്റ്. നമ്മൾ ഒരായിട്ട് ഷെയർ ചെയ്യുമ്പോൾ അയാൾ നമ്മളെ സഹായിക്കും, നമ്മുടെ ഒരു നല്ല ടീമായിരിക്കുമെന്ന് വിചാരിച്ച് തന്നെ നമ്മൾ ഷെയർ ചെയ്യുക. വി ആർ എക്സ്പെക്ടിങ് ദ ബെസ്റ്റ് but be ready for the worst. ഒപ്പം തന്നെ നമ്മൾ വർസ്റ്റായിട്ടുള്ള സംഭവിച്ചാൽ എന്ത് ചെയ്യണം, അതിനുവേണ്ടി നമ്മൾ തയ്യാറായിരിക്കുകയും ചെയ്യണം. എന്തിനാണ് നമ്മൾ മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കുന്നത്? വൈ ഷുഡ് വി ഷെയർ അവർ വിഷൻ വിത്ത് അതർ പീപ്പിൾ? simply because we need a team. Okay, we need a team. ഒരു വിഷൻ ഫുൾഫിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ we need a team. This is a must. ഒറ്റയ്ക്ക് ഒരിക്കലും നമുക്ക് ഒരു വിഷനും ഫുൾഫിൽ ചെയ്യാൻ കഴിയില്ല. നിങ്ങൾ നോക്കിയാൽ ഈ മീറ്റിംഗ് കോർഡിനേറ്റ് ചെയ്തത് ഞാൻ മാത്രമല്ല, മറ്റ് പല ആൾക്കാർ എന്നോട് കോപ്പറേറ്റ് ചെയ്തിട്ടാണ് ഈ മീറ്റിംഗ് ഇവിടെ കോർഡിനേറ്റ് ചെയ്യാൻ കഴിഞ്ഞത്. ഒരു കാര്യം ഒറ്റയ്ക്ക് ആർക്കും ചെയ്യാൻ കഴിയത്തില്ല. ബിൽ ഗേറ്റ്സ് ഇത്രയും വലിയൊരു പ്രസ്ഥാനം, ലോകത്തിൽ അറിയപ്പെടുന്ന പ്രസ്ഥാനം പടുത്തുയർത്തത് ഒറ്റയ്ക്കല്ല. ഹി ഹാഡ് എ ടീം. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ടീം ഉണ്ടായിരുന്നു. ഒരു ടീം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു ഷെയർ അവർ വിഷൻ. നമുക്ക് ഒറ്റയ്ക്ക് ഒരിക്കലും ചെയ്യാനായിട്ട് കഴിയത്തില്ല. വൈ ഷുഡ് വി നീഡ് എ ടീം? എന്തിനാണ് നമുക്ക് ടീം ഉണ്ടാകുന്നത്? എന്തിനാ നമുക്ക് ടീമിൻ്റെ ആവശ്യം എന്താണ്? കാരണം നമുക്ക് കുറവുള്ള ചില കാര്യങ്ങളുണ്ട്. എല്ലാം നമ്മൾക്ക് കഴിവില്ല. നമുക്ക് കുറവുള്ള ചില കാര്യങ്ങളുണ്ട്. അത് മറ്റുള്ളവർ നമുക്ക് ലഭിച്ചേ മതിയാകത്തുള്ളൂ. സോ വി നീഡ് എ ടീം. അപ്പോൾ ടീം ഉണ്ടാകാൻ വേണ്ടിയാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്. ടീം ഇല്ലാതെ നമുക്ക് ഫുൾഫിൽ ചെയ്യാനായിട്ട് കഴിയത്തില്ല. നിങ്ങൾക്കറിയാമല്ലോ, ജോസഫിനെ സംബന്ധിച്ചോളം ജോസഫിൻ്റെ ഇമ്മീഡിയറ്റ് ടീം എന്ന് പറയുന്നത് ജോസഫിൻ്റെ ഫാദറും ബ്രദേഴ്സുമാണ്. ദാറ്റ് ഈസ് ഹിസ് ഇമ്മീഡിയറ്റ് ടീം. ജോസഫ് അതുകൊണ്ട് ടീം ഫോം ചെയ്യാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ ടീം ഫോർമേഷൻ്റെ ഭാഗമായിട്ടാണ്. ടീം ഫോം ചെയ്യണമെന്ന് അനൗൺസ് ചെയ്തുകൊണ്ടൊന്നും ജോസഫ് അന്നത്തെ കാലത്തിൽ ഇത്ര ചിന്തകളില്ലല്ലോ. പക്ഷേ ടീം ഫോം ചെയ്യാൻ വേണ്ടി, തന്നെ കൂടെ നിൽക്കാൻ വേണ്ടിയാണ് തൻ്റെ ബ്രദേഴ്സിനോടും തൻ്റെ പിതാവിനോടും തൻ്റെ ദർശനം ഷെയർ ചെയ്തത്. പക്ഷേ എങ്കിൽ അവർ ശത്രുക്കളായിട്ട് മാറി, അവർ അതിന് കോപ്പറേറ്റ് ചെയ്യാനായിട്ട് തയ്യാറായത് ഇല്ല. എന്താ ദർശനം ഒരു രാത്രി കണ്ട ഒരു സ്വപ്നമല്ല. ദർശനം നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ തന്നത് സ്വർഗത്തിലെ ദൈവമാണ് വിഷൻ നമ്മുടെ ഹൃദയത്തിൽ. നമ്മൾ സ്വയമായി ഉണ്ടാക്കിയതല്ല വിഷൻ, നമ്മൾ സ്വയമായി രൂപീകരിച്ചതല്ല വിഷൻ. വിഷൻ നമ്മുടെ ഹൃദയത്തിലേക്ക് വളരെ ഡെപ്തിലേക്ക് ദൈവം തന്നതാണ് ഈ വിഷൻ. ഈ വിഷൻ ദൈവം തന്നപ്പോൾ തന്നെ ഒരു സംഘത്തെയും ഒരു ടീമിനെയും ദൈവം ക്രമീകരിച്ചിട്ടുണ്ട്. ഇത് ഫുൾഫിൽ ചെയ്യാനുള്ള ടീമിനെ ദൈവം ക്രമീകരിച്ചിട്ടുണ്ട്. ബട്ട് ഈവൻ ദാറ്റ് ടീം മേ ഫെയിൽ. ഓക്കെ, ദാറ്റ് ഈസ് അവർ പോയിന്റ്. ദൈവം ഒരു ടീമിനെ ക്രമീകരിച്ചിട്ടുണ്ട്. ജോസഫിന്റെ ഇമ്മീഡിയറ്റ് ടീം, ഹിസ് ബ്രദേഴ്സ് ആൻഡ് ഹിസ് ഫാദർ. നമ്മൾ ആ കഥ വായിച്ചപ്പോൾ പറഞ്ഞതുപോലെ അവർ വേറെ ഒന്നും ചെയ്യണ്ട, ജോസഫിന്റെ കൂടെ നിന്നാൽ മാത്രം മതിയായിരുന്നു. കാരണം ജോസഫിന്റെ വിഷൻ ഫുൾഫിൽ ചെയ്യാന്ന് പറയുന്നത് അവർക്കൂടെ പ്രയോജനമാണ്, തൻ്റെ സഹോദരങ്ങൾക്ക് പ്രയോജനമാണ്, തൻ്റെ ഫാദറിന് പ്രയോജനമാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് ആലോചിച്ചൊക്കെ ഒരു ഇൻഡസ്ട്രിയലിസ്റ്റ് നമ്മുടെ നാട്ടിൽ വന്ന് ഒരു ഫാക്ടറി തുടങ്ങിയാൽ അത് നമുക്കൂടെ പ്രയോജനമാണ്. ഓക്കെ, അയാൾക്ക് മാത്രമല്ല പ്രയോജനപ്പെടുന്നത്,
അത് നമുക്കൂടെ പ്രയോജനമാണ്. ഈ റിയലൈസേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ മറ്റുള്ളവർ ഒരു ടീമായിട്ട് നമ്മുടെ കൂടെ നിൽക്കത്തുള്ളൂ. അതുകൊണ്ട് ജോസഫിൻ്റെ ബ്രദേഴ്സിന് ആ റിയലൈസേഷൻ ഉണ്ടായില്ല. അതുകൊണ്ട് നമ്മൾ അവരെക്കുറിച്ച് പറയുന്ന വാക്ക്, നമ്മുടെ ശത്രുക്കൾ നമ്മളെ തെറ്റിദ്ധരിച്ച ടീം മെമ്പേഴ്സാണ്. ദേ ആർ ഓൺലി team members who have misunderstood us. Our team members or our enemies are only our team members who have misunderstood us. Not exactly our enemies. അവർ നമ്മുടെ ശത്രുക്കളെ കണ്ട് നാളെ മുതൽ ശത്രുക്കളെ ട്രീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അവർ നമ്മളെ മിസ്അണ്ടർസ്റ്റുഡ് ചെയ്തു,